എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 ആണ്ട് മലയാള മാസ പുതുവർഷഫലം. മലയാളത്തിൻ്റെ പുതുവർഷഫലമാണ് ഞാൻ പറയുന്നത്. പൂരം നക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ പുതുവർഷത്തിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തെ നക്ഷത്രഫലം ഞാൻ ഇവിടെ വിശദമായി പറയുന്നുണ്ട്. ചിങ്ങമാസത്തിൽ ഈ പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യഹീനതയുണ്ടാവും, മനക്ലേശം ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും. ചിങ്ങമാസത്തിൽ കന്നിമാസത്തിൽ ധനപരമായ ക്ലേശം ഉണ്ടാവും, കുടുംബജന ശത്രുതയുണ്ടാവും. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ തന്നെ വിരോധങ്ങളോ ശത്രുതയോ ഉണ്ടാകും കന്നിമാസത്തിൽ. തുലാമാസത്തിന് സ്ഥാനലബ്ധി ഉണ്ടാവും, സൽകീർത്തി ഉണ്ടാവും, കർമ്മ പുരോഗതി ഉണ്ടാവും, കാര്യവിജയങ്ങൾ ഉണ്ടാവും തുലാമാസത്തിൽ. വൃശ്ചിക മാസത്തിൽ അപമാനം കേൾക്കാനിട വരും, അപമാനം ഉണ്ടാകും, മാതൃജനക്ലേശങ്ങൾ ഉണ്ടാവും. അതായത് അമ്മ വഴിയുള്ള ബന്ധുക്കൾക്കോ അതേപോലെയുള്ള ആൾക്കാർക്കോ മാതൃജനക്ലേശങ്ങൾ ഉണ്ടാകും. ധനുമാസത്തിൽ നേത്രരോഗവും കാര്യതടസ്സങ്ങളും ഉണ്ടാവും. മകരമാസത്തിൽ ശത്രുജയം ഉണ്ടാവും, ധനലാഭം ഉണ്ടാവും. ശത്രുക്കളെ ജയിക്കാൻ ഇടവരും, ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുംഭമാസത്തിൽ വാഹനപ്രീതി ഉണ്ടാകും, ദാമ്പത്യ പ്രശ്നങ്ങളും ഉണ്ടാകും കുംഭമാസത്തിൽ. മീനമാസത്തിൽ ധനനഷ്ടം ഉണ്ടാകും, അഗ്നിദോഷങ്ങൾ ഉണ്ടാകും, അഗ്നി സംബന്ധമായ അഗ്നിഭയം ഉണ്ടാകും, ആയുധഭയം ഉണ്ടാവും കുംഭമാസത്തിൽ വാഹനഭീതി, ദാമ്പത്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകും. അതുകൂടാതെ മീനമാസത്തിൽ ധനനഷ്ടവും അഗ്നിദോഷഭയവും ആയുധഭയവും ഉണ്ടാവും. മേടമാസത്തിൽ വാഹനഭയം, അതേപോലെ തന്നെ മേടമാസത്തിലും വാഹനഭയവും മൃത്യുഭയവും ഇവർക്കുണ്ടാവും. ഇടവമാസത്തിൽ സ്ഥാനലബ്ധി ഉണ്ടാകും, ഉദ്യോഗലബ്ധി ഉണ്ടാകും. ജോലി കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രമോഷൻ, സ്ഥാനലബ്ധി ഇതെല്ലാം ഇവർക്ക് ഇടവമാസത്തിൽ കിട്ടും. മിഥുനമാസത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാകും, ചെയ്യുന്ന പ്രവർത്തികളിൽ പുരോഗതി ഉണ്ടാകും, സ്ഥാനമാന ലബ്ധി ഉണ്ടാകും, കാര്യവിജയങ്ങളുണ്ടാകും, കുടുംബത്തിൽ സുഖം കിട്ടും. കുടുംബ സംബന്ധമായ ഗ്രഹസുഖം, ഗ്രഹപുഷ്ടി ഇവയുണ്ടാകും. കർക്കിടക മാസത്തിൽ ധനക്ലേശങ്ങൾ ഉണ്ടാകും, പീഡകൾ വന്നുകൂടും, പതനഭയവും ഇവർക്ക് ഉണ്ടാകും. ദോഷശാന്തിക്കായി ശാസ്താപ്രീതി നടത്തുന്നത് വളരെയധികം നല്ലതാണ്. വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.